എന്താണോ എല്ലാരും ഒന്ന് അങ്ങോട്ട് വന്ന് നോക്കിയേ. എല്ലാവർക്കും നമസ്കാരം. നിനക്കെന്താടി ഇവിടെ കാര്യം? അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റ് മറ്റാരുമില്ല, അർജു. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. എത്ര കാലമായിട്ട് തരട് പിടിക്കാൻ തുടങ്ങിയിട്ട്? ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? പിന്നെ അപ്പം എങ്ങനെ നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞാലോ? ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ക്രിഞ്ചെന്ന് പറയുന്നില്ലേ? ക്രിഞ്ചാണ്. എന്നോട് സ്നേഹമാണെന്നൊന്ന് പറ. ചാണകം വരുന്ന കൈ കൊണ്ട് അടിമേടിക്കല്ലേ? എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈ കൊണ്ട് ഞാൻ സ്വർണ്ണമായിരിക്കും. അപ്പം ഞാൻ Q&A ഇട്ടപ്പം മെയിനായിട്ട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാണ് അർജുൻ ചേട്ടൻ സിഗ്മകളെ പറ്റിച്ചതെന്ന്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. എന്തുകൊണ്ടാണ് അർജുനെ സ്നേഹിച്ചത് എന്നൊരു എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിട്ടാ എന്റെ ട്രൈ കണ്ട അവള് വീണു. പിന്നെന്തായിരുന്നു, അർജുന്റെ ഹ്യൂമർ സെൻസ് അല്ലാതെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മസിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. നല്ല മസില്. അതെ, ആദ്യമായിട്ട് കണ്ടൊരു ദിവസം മസിലുണ്ടായിരുന്നു. അവൾ എന്തോ നിങ്ങളോട് പറഞ്ഞിട്ട് പോയത്? അല്ല മസിലാണ് കീപ്പ്. ഇന്ന് ഞാൻ അവളെ കൊല്ലും. അവൾ എന്തിനുള്ള പുറപ്പാടായി? അവളുടെ രണ്ട് മോട്ട് എല്ലാം തോന്നേണ്ടത് നിങ്ങളെ. ഞാൻ ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. പിന്നെ പക്ഷെ ആള് ഭയങ്കര ഇന്റലിജന്റ് ആണ്, ഭയങ്കര കുബുദ്ധിയാണ്, പിന്നെ നീ ഇത് ആരോടും പറയുന്നു വേണ്ട കേട്ടോ. ഭയങ്കര വക്രബുദ്ധിയാണ്. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാണ്? കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. ദൈവം, ഇതൊക്കെ ട്രോളാവോ ദൈവം. ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ? എൻജോയ്. പിന്നെ വേറൊരു ഡൗട്ട് വന്നത്, ഞാൻ അർജുനേക്കാൾ മൂത്തതാണോ എന്ന് എല്ലാവർക്കും സംശയം വന്ന്. എനിക്ക് എന്ത് പറയാനുണ്ട്? 16 അപ്പൊ 3 മാസം മൂത്തതാണ് ഞാൻ, അത്രേ ഉള്ളൂ. ഞാൻ 46 വയസ്സിലെ പ്രണയം. ഞാനിപ്പോഴും മനസ്സുകൊണ്ട് സിഗ്മയെന്ന് നീ ആൾക്കാർ മനസ്സുകൊണ്ട് സിഗ്മയാണെങ്കിൽ ശരീരം കൊണ്ട് ചുഗമയാണെന്ന്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? മോശമായി പോയി. നീ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അപ്പം അർജു, താങ്കൾ ഓൾ കേരള സിഗ്മ അസോസിയേഷൻ / സിംഗിൾസ് അസോസിയേഷനിൽ നിന്ന് രാജിവെച്ചോ? ഇപ്പൊ ഇറങ്ങണം. മേലാലി ഭാഗത്ത് കണ്ടുപോരും. നല്ല തെരണ്ടി വാലി വെച്ച് പ്ലാച്ച് അടിക്കാണ്. ഞാൻ ഇത്രയും കാലം അവർക്കൊരു കരുത്തായിരുന്നു. അവന്റെ ഒറ്റൊരുത്തന്റെ സൂക്കേടല്ലേ ഇത് ഇവിടം വരെ എത്തിച്ചത്. അവന്റെ കാര്യം. ഞാൻ ഇത്രയും കാലം ഞങ്ങൾക്കൊരു കരുത്താക്കിയില്ലായിരുന്നു സിംഗിളാന്ന് പറഞ്ഞിട്ട്. അതിനും താങ്ക്സ്. ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കെട്ടു. എല്ലാം ഞാൻ സഹിക്കാം. പക്ഷെ കള്ളം പറഞ്ഞു നീ എന്നെ ചതിച്ചത് നമ്മളെ ഒന്നും ചീത്ത വിളിക്കാൻ പോലും ഒരു പെൺകുച്ചില്ലോ ദൈവമേ.